എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഷാർപ്പ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു PCB ആണ്. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ നാട്ടിൽ അധികം കാണാത്ത ഒരു ടൈപ്പ് PCB ആണ്. കാര്യം ഇത് കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന ടൈപ്പ് വാഷിംഗ് മെഷീനാണ്. മിക്കവാറും ഈ ഒരു വാഷിംഗ് മെഷീനും ഇമ്പോർട്ടഡ് ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഡോർ ലോക്ക് എററാണ്. അതായത് നമ്മളിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ആദ്യത്തെ രണ്ട് ലൈറ്റ് നമ്മൾ ഓൺ ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത് മറ്റുള്ള ഫങ്ഷനും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ രണ്ട് ലൈറ്റ് മാത്രം ഇങ്ങനെ, അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ 3 hours 6 hours എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിനടുത്ത് തന്നെ സോക്ക്, വാഷ്, സ്പിന്ന്, റിൻസ്, ഇങ്ങനെ രണ്ട് സിമ്പിളിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ ലൈറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലോട്ട്, സ്പിന്നിലോട്ടോ അല്ലെങ്കിൽ ഒരു ഡെയിലി വാഷിലോട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് ഈ രണ്ട് ലൈറ്റ് കുറച്ച് കഴിഞ്ഞ് ഈ രണ്ട് ലൈറ്റ് അങ്ങ് കത്തി നിൽക്കും. പക്ഷേ മറ്റുള്ള ഒരു ഫംഗ്ഷനും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ രണ്ട് ലൈറ്റ് കത്തുന്നത് ഡോർ ലോക്കിനെ സംബന്ധിച്ച് ഡോർ ലോക്ക് പ്രശ്നമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എററാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യം നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് ആ പ്രശ്നം, കംപ്ലൈൻറ്റ് എന്താണെന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് പവർ കൊടുത്ത് ഓൺ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനോടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ വയറിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് വയറിംഗ് കിറ്റ് വേണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഈ ഒരു കംപ്ലൈൻറ്റ് റെഡിയാക്കണമെങ്കിൽ അങ്ങനെ വയറിംഗ് കിറ്റ് എല്ലാം ഇതിനകത്ത് കൂടെ ഉണ്ട്. ഓക്കെ, ഞാനിത് പവർ കൊടുത്തിട്ട് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പവർ പ്ലഗ് ചെയ്യണം. പവർ പ്ലഗ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇത് കിടക്കുന്നത് കൊണ്ടിട്ടാണ് ഈ ലൈറ്റ് ഇപ്പോൾ ഇങ്ങനെ കത്തുന്നത്. അതായത് നമുക്ക് ഇവിടെ എൻ്റെ ഈ റോട്ടറി സ്വിച്ച് ആദ്യം ഓഫ് ആക്കാം. ഓക്കെ, റോട്ടറി സ്വിച്ച് ഓഫിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ആദ്യത്തെ ഫംഗ്ഷനിലോട്ടിടാം. ഞാൻ ആദ്യത്തെ ഫംഗ്ഷനിലിട്ട് രണ്ടാമത്തെ ഫംഗ്ഷൻ, ഇത് രണ്ടാമത്തെ ഫംഗ്ഷൻ, ഇത് 3 4 5 6 7 8 9 ഒമ്പതാമത്തെ ഫംഗ്ഷനിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ മൂന്നാമത്തെ LED കത്ത്. ഈ മൂന്നാമത്തെ LED എന്ന് പറയുന്നത് സ്പിന്നാണ്. ഇത് സോക്ക്, വാഷ്, സ്പിന്ന്, റിൻസ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തേൽ റിൻസിലാണ് കിടക്കുന്നത്. റിൻസിൽ കിടന്നിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഇത് ലാസ്റ്റത്തെയാണ് സ്റ്റാർട്ട് ബട്ടൺ. അപ്പോൾ ഈ ലാസ്റ്റത്തെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാണ്. അപ്പോൾ ഇത് സ്റ്റേബിളായിട്ട് നിന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഈ രണ്ട് ലൈറ്റ് കത്തി. അപ്പോൾ ഡോർ ലോക്ക് ആയിട്ടില്ല. അപ്പോൾ ഡോർ ലോക്ക് എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഡോർ ലോക്ക് ഞാൻ പുറകോട്ട് പ്രസ് ചെയ്യാണ്. അപ്പോൾ ഇത് ലോക്കാവുന്നില്ല, ലോക്ക് വീഴുന്നില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. നേരെ റിട്ടേൺ വരെയാണ്. ലോക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഒരു ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു പട്ടിയുണ്ട്. ഇത് നമുക്ക് പുറത്തോട്ട് വരണം. അതാണ് ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ, ആ ഒരു ചെറിയ നീഡിൽ, അത് പുറത്തോട്ട് വരണം. അത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ലോക്കാവുള്ളൂ. അപ്പോൾ അത് വരുന്നില്ല, ഡോറ് ലോക്കാവുന്നില്ല. ഇതാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഈ ഡോറ് ലോക്കായതിന് ശേഷം മാത്രമേ ഈ ഒരു ബ്ലൂ ലൈനിൽ ഇതിൻ്റെ കോണ്ടാക്റ്റ് വരും. ഇതിൻ്റെ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് പ്രോബ്ലം മാറും. ഇപ്പോൾ ഇതിലോട്ട് കോണ്ടാക്റ്റ് ഇല്ല. നമുക്കിത് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ലൈറ്റ് മാറി വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ബ്ലാക്ക് കളർ വയറെന്ന് പറയുന്നത് ലൈനാണ്, റെഡ് എന്ന് പറയുന്നത് ന്യൂട്രൽ. ഇങ്ങനെയാണ് ഇതിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. C എന്ന് പറയുന്നത് കോണ്ടാക്റ്റ്. ഇങ്ങനെ 3 കണക്ഷനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ചെക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ലോക്ക് നല്ലതാണോ
അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ പവർ ഓഫ് ചെയ്യാം. അടുത്ത പവർ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലോക്ക് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. ഈ ഒരു ഡോർ ലോക്കിൻ്റെ ഈ ന്യൂട്രലും ലൈനിലുമായിട്ട് നമുക്ക് ഈ സെപ്പറേറ്റ് കണക്ഷൻ കൊടുക്കുക. ഒരു വയർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഈ വയർ. എന്നിട്ട് ഇത് നമ്മൾ ഡയറക്റ്റ് കറണ്ടിലല്ല കൊടുക്കുന്നത്, നമ്മുടെ ഡയറക്റ്റ് ഒരു സീരിയൽ ബൾബിലോട്ട് ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. സീരിയൽ ബൾബിലോട്ട് ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീരിയൽ ബൾബ് കത്തി അണഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കണം. ഇതിൽ നമ്മൾ ആ ലോക്ക് ഇടുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടല്ലോ, ഇപ്പോൾ ആ ലോക്കിലാണ് വീണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ചിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വർക്കിംഗ് ആണ്. ലോക്കിംഗ് സിസ്റ്റം വർക്കിംഗ് ആണ്. ഇനി നോക്കേണ്ടത് ഇതിൻ്റെ കോണ്ടാക്റ്റാണ്. ഇതിൻ്റെ കോണ്ടാക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്റർ ബസർ മോഡിലോട്ട് ആക്കുക. ബസർ മോഡിലോട്ടാക്കി ഈ 2, 3 തമ്മിലുള്ള കോണ്ടാക്റ്റ് ചെക്ക് ചെയ്യണം. ഇത് ആദ്യത്തെ ന്യൂട്രലും ലൈനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, പിന്നെ ഈ ഒരു സിയുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ലൈനും ഈ സിയും എല്ലും സിയും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. ഈ എൽ സി എന്ന് പറയുന്നത് നമ്മുടെ ആ നീല കളർ വയറാണ്. ആ വയർ നേരെ ആ കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഇതിലോട്ട് സിഗ്നൽ കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതൊരു ഏകദേശം ഒരു സമയം ആയിട്ടുണ്ട്. ഇത് താനെ ലോക്ക് റിലീസാവുന്നത് നമുക്ക് കാണാൻ പറ്റും. റിലീസ് ആവുന്നുണ്ടോ എന്നും കൂടെ നോക്കാം. ലോക്ക് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി തട്ടിയിരുന്നായിരുന്നു, ഒരു ശകലം പുറകോട്ട് നിൽക്കണമായിരുന്നു. പക്ഷെ തട്ടി നിന്നത് കൊണ്ടിട്ടായിരിക്കും ഈ ഒരു ലോക്ക് ഇപ്പോൾ റിലീസാവായിരുന്നു ഇത്ര നേരമായിട്ട്. ഇപ്പോൾ ഇത് റിലീസായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഇതിൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞുതരാം. നമ്മുടെ ഒരു ഫംഗ്ഷൻ ഇട്ട്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് ഡോർ സ്വിച്ചിലോട്ട് ആദ്യം സപ്ലൈ പോകും. സപ്ലൈ പോയിട്ട് അതിൻ്റെ ആ ഒരു ലോക്കിംഗ് നീഡിൽ അത് പ്രസ് ചെയ്ത് പുറത്തോട്ട് വിടാൻ ഒരു ഇതായിട്ട് നിൽക്കും. നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായി അവിടെ കിടക്കും. പക്ഷേ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ആ സപ്ലൈ അവിടെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് എപ്പോഴും ഓപ്പൺ ആയിക്കൊണ്ടേ ഇരിക്കും, അത് ലോക്ക് ആവത്തില്ല. അപ്പോൾ ഡോർ ലോക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ എന്താണ് ആ ഒരു എറർ എന്തുകൊണ്ടിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കിയത്. ഇനി നോക്കേണ്ടത് ഇവിടെ നമ്മുടെ ഈ ഒരു ലൈനിൽ, ഈ ഒരു റെഡ് ബ്ലാക്ക് ഈ ലൈനിൽ 220 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അപ്പോൾ അവിടെ നമ്മളൊരു ബൾബ് ലോഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇതിൻ്റെ ആ റെഡിലും ബ്ലാക്കിലുമായിട്ട് ഒരു ബൾബ് ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ പവർ ഓണാക്കുന്നു. പവർ കൊടുത്തിട്ട് നമ്മുടെ ആ സീരിയൽ ബൾബ് ലോഡ് ചെയ്തിരിക്കുന്ന ബൾബ് കത്തിയിട്ടില്ല, പക്ഷേ നമുക്കിപ്പോഴും ഈ ഒരു 2 ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഞാൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത്രയും കണക്ഷൻ, ഈ ഒരു 3 കണക്ഷനാണ് ഡോർ സ്വിച്ചിനായിട്ട് വരുന്നത്. ആദ്യം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു റെഡ് കളർ വയർ, ഈ റെഡ് കളർ വയർ എന്ന് പറയുന്നത് ലാസ്റ്റ് പിന്നാണ് വരുന്നത്. ഇവിടുത്തെ ഈ ഒരു റെഡ് കളർ പിന്നിൽ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നേരെ പോകുന്നത് ഈ ഒരു ട്രയാക്കിലാണ്. അപ്പോൾ ഈ ഒരു ട്രയാക്കാണ് നമുക്ക് ഡോർ സ്വിച്ചിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ട്രയാക്ക് പൊട്ടിയിരിക്കുകയാണ്. ഉണ്ടോ, ഈ ട്രയാക്ക് ഇവിടെ പൊട്ടിയിരിക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാക്ക് ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻറ്റ് ഇവിടെ നിന്ന് മാറും. അപ്പോൾ ഈ ഒരു ട്രയാക്ക് മാറ്റി നമുക്ക് വേറൊരു പുതിയ ട്രയാക്ക് ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ട്രയാക്ക് ഇപ്പോൾ ഇവിടെ സ്റ്റോക്കില്ല. ഈ ഒരു മോഡലിൽ വരുന്ന ട്രയാക്കുകൾ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇതിൻ്റെ ECS ഉണ്ട് ഈ സെയിം പാക്കേജിൽ. ECS 1086 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രയാക്ക് അതെൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആ ഒരു ട്രയാക്കിൻ്റെയും ഇതിൻ്റെയും പിൻ കോൺഫിഗറേഷനിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എനിക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഇത് ഇളക്കി മാറ്റിയിട്ട് നമ്മുടെ 3 ലെഗിൻ്റെ ട്രാൻസിസ്റ്റർ ടൈപ്പായിട്ടുള്ള നമ്മുടെ BCR08 എന്നുള്ള ആ ഒരു ട്രയാക്കാണ് ഞാൻ ഇത് മാറ്റിയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നമ്മുടെ ആ ട്രയാക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഡോർ സ്വിച്ചിൽ ഒരു ബൾബ് ലോഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. അപ്പം ഞാനതിൽ ബൾബ് ലോഡ് ചെയ്തിട്ടുണ്ട്. സപ്ലൈ കൊടുക്കാം. സപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും സെയിം കണ്ടീഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രോബ്ലം എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതും ഈ ഒരു ട്രാക്ക് ഷോർട്ടായ സമയത്ത് ഇവിടെ വരുന്ന ഒരു 10K റെസിസ്റ്റൻസ് ഇത് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇരിക്കുന്ന ഇവിടെ വരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് അത് നമ്മുടെ ബേസിൽ നിന്ന് വരുന്ന റെസിസ്റ്റൻസാണ്. ഇതിൻ്റെ ഗേറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു റെസിസ്റ്റൻസ് 820 ഓംസാണ് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ റെസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ 470ൻ്റെ 2 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. ഒരെണ്ണം ഇവിടെ ഇട്ടിട്ടുണ്ട്, ഒരെണ്ണം ഇവിടെ ഇട്ടിട്ടുണ്ട്. കാര്യം ഇത് ഒരേ ലൈനാണ്, ഒരേ ലൈനായിട്ട് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് തരാം. അപ്പോൾ ഈ ട്രയാക്കിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഗേറ്റ്. ഈ ഗേറ്റ് നേരെ നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ബസർ മോഡിലാക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഇവിടെയാണ് വരുന്നത് ഈ ഗേറ്റ്. ഇവിടുന്ന് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത ഭാഗത്തു നിന്ന് ഇവിടെ വരും. ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ സൈഡ് വരും. ഇവിടെ ഒരു 0 ഓം റെസിസ്റ്റൻസാണ് കിടന്നിരുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാൻ 470ൻ്റെ 2 റെസിസ്റ്റൻസ് സീരിയലാക്കി ഇട്ടിരിക്കുന്നത്. ഇത് നേരെ പോകുന്നത് നമ്മുടെ ഈ ഒരു IC-ലോട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ മറ്റേ ബോർഡ് കണക്ക് ULN IC ഇട്ട് കൺട്രോൾ ചെയ്യുന്നില്ല, ഡയറക്റ്റ് IC എന്നാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ഇതിനകത്ത് വന്നിരുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇത് എല്ലാം റെഡിയാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ലോഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ബൾബ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്ത് ഓൺ ചെയ്യണം. പവർ കൊടുത്ത് ഓൺ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ബൾബ് സീരിയൽ ബൾബ് കത്തിയിട്ടുണ്ട്. അതിൻ്റെ വെട്ടമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോഴും ആ ഒരു 2 ലൈറ്റ് കത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് കൺസോൾ തിരിച്ച് സെറ്റ് ചെയ്യാം. കൺസോൾ സെറ്റായിട്ടുണ്ട്. അപ്പോഴേ കറക്റ്റ് ആ ലൈറ്റിൻ്റെ ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആ ഡോർ സ്വിച്ചിൻ്റെ കണക്ഷൻ ഡയറക്റ്റ് ഡോർ സ്വിച്ച് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒന്നും കൂടെ പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ആ 2 ലൈറ്റ് അതേ കണക്ക് കത്തുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഡോർ സ്വിച്ച് ഞാൻ ലോക്ക് ചെയ്യണം. ലോക്കായി. ഡോർ ലോക്കായി. എന്നിട്ടും ആ ഒരു എറർ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ തിരിച്ച് ഇതിനെ ഓഫ് മോഡിൽ കൊണ്ടുവന്നു.
അത് ഓഫായിട്ടുണ്ട്. ഇനി തിരിച്ച് ഒന്നും കൂടെ ഇനി സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യണം. ഇപ്പോൾ ആ എറർ നമുക്കില്ല. നമ്മളിപ്പോൾ ഡോർ ലോക്കിൻ്റെ എറർ ഇല്ല. നമുക്ക് ഇൻലെറ്റ് വാൾവ് ഇപ്പോൾ വാഷിലാണ് കിടക്കുന്നത്. ഇൻലെറ്റ് വാൾവ് എടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഇപ്പോൾ ഇതിനകത്തുനിന്ന് വേറൊരു എററിലോട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രഷർ സെൻസറിൻ്റെ എററാണ്. പ്രഷർ സെൻസറിൽ കറക്റ്റായിട്ട് പ്രഷർ ആവാത്തതുകൊണ്ടുള്ള എററിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ഡോർ സ്വിച്ചിൻ്റെ എറർ വരുന്നില്ല. അങ്ങനെ നമുക്ക് ഒന്നും കൂടെ റീടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇത് റീടെസ്റ്റ് ചെയ്ത് നോക്കാം ആ ഒരു ഡോർ സ്വിച്ചിൻ്റെ എറർ ഇതിനകത്തുനിന്ന് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാനൊന്ന് പവർ ഓൺ ചെയ്യുകയാണ്. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പിന്നിങ്ങിലിടാം. സ്പിന്നിങ്ങിലിടുന്നതിന് ക്ലോക്ക് വൈസിൽ ഒരു 9 തവണ റൗണ്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ് സ്പിന്നിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. ആ എറർ ഒന്ന് വരണുണ്ടോ ഇല്ലയോ എന്നും കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആ എറർ നമുക്കിവിടെ വരുന്നില്ല. ഓക്കെ, നമുക്ക് ആ എറർ തിരിച്ച് വന്നിട്ടുണ്ട്. ഡോർ ലോക്കിൻ്റെ എറർ. ഇനി ഞാനിവിടെ ഡോർ ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഡോർ ലോക്ക് ചെയ്തപ്പോഴത്തേക്കും ആ എറർ മാറിയിട്ട് നോർമലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു കംപ്ലൈൻറ്റ് ഇത്രയും നേരം നമ്മൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് ആ എറർ നമ്മൾ ഇതിനകത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോർമലി വർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ ഈ ഒരു എറർ വന്നാൽ എങ്ങനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.